ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം. ആം ആദ്മി പാർട്ടിയും ബിജെപിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഡൽഹിയിൽ വാശിയേറിയ പ്രചാരണ നാളുകളാണ് കടന്നുപോയത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി വോട്ട് ചോദിച്ചപ്പോൾ അഴിമതി ആരോപണങ്ങളും നേതാക്കന്മാരുടെ അറസ്റ്റും ബിജെപിയും കോൺഗ്രസും ആയുധമാക്കി. അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രി അതിഷിക്കായി അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തി. ER രാഗേഷിന്റെ റിപ്പോർട്ട്. പരസ്യപ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിൽ അരവിന്ദ് കെജ്രിവാൾ കാൽക്കാജി മണ്ഡലത്തിലാണ്. കാരണം കാൽക്കാജി മണ്ഡലം മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ത്രികോണ പോരാട്ടം നടക്കുന്നു. കാരണം മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ബിജെപിക്കായി മുൻ MP രമേശ് ബിദൂടി മത്സരരംഗത്തുണ്ട്. അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം. അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയാണ് അതിഷിയുടെ വിജയം ഉറപ്പിക്കുക. അത് കേവലം ഒരു വിജയം മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ കൽക്കാജിയിലുള്ളത്. പ്രത്യേകിച്ച് ബിജെപിക്കെതിരെ അവരുടെ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ടർമാരോട് അവസാന നിമിഷം കേജ്രിവാൾ വോട്ട് ഏതായാലും അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ തവണ കൽക്കാജിയിൽ അതിഷി വിജയിച്ചത് 11,000 വോട്ടുകൾക്കായിരുന്നു. അപ്പോൾ അതിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി അതിഷിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഏതായാലും ഇപ്പോൾ കൽക്കാജിയിൽ അവസാന മിനിറ്റുകളിൽ പ്രചാരണത്തിലെത്തിയത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ തന്നെയായിരുന്നു. കൽക്കാജിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഏതായാലും പ്രചാരണത്തിൽ ശക്തമാക്കുന്നത്. ഏതായാലും നൂറുകണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ കൽക്കാജിയിൽ സംഘടിച്ചിട്ടുണ്ട്. റോഡ് ഷോയ്ക്കൊപ്പം അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പരസ്യപ്രചാരണം, വലിയ വാശിയേറിയ പ്രചാരണം ഡൽഹിയിൽ നടന്നു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് ഡൽഹി. ക്യാമറമാൻ KP ദിനേശിനൊപ്പം കാൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, News 18.